ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹെയർസിനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, എത്ര പറഞ്ഞു കഴിഞ്ഞാലും പുതിയ പുതിയ എന്തെങ്കിലും തമാശകളോ അല്ലെങ്കിൽ വിഡ്ഢിത്തങ്ങളോ ഇവരെ കുറിച്ച് പറയാനുണ്ടാവും. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ തവണ ഇവരുടെ കമ്പനിയെ കക്ഷി ചേർക്കണമെന്ന് ഒരു CMB ഫയൽ ചെയ്തതിന് ഇവരുടെ വക്കീൽ 2 ദിവസം 1.5 മണിക്കൂർ നിർത്താതെ പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. നിർത്താതെ ഒച്ചയെടുത്ത് സംസാരിച്ചു. അവസാനം ഇത് കോടതി അലോ ചെയ്തു. അത് തള്ളിക്കളഞ്ഞുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് ഇവരുടെ കമ്പനിക്കെതിരെ ഈ കമ്പനിയെ കൂടി കക്ഷി ചേർക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ കക്ഷി ചേർത്തത് നല്ലതിനാണ് എന്നാണ് ശ്രീമതി ശ്രീനാ പ്രതാപൻ ഇപ്പോൾ തട്ടിവിടുന്നത്. ഉളുപ്പില്ലാതെ തട്ടിവിടുന്നത് ഇത് നല്ലതിനാണ് എന്നാണ്. അതിനെക്കുറിച്ചൊരു വലിയൊരു വാട്സപ്പ് നോട്ട് ഇവരുടെ നാഷണൽ പ്രൊമോട്ടർ ഗ്രൂപ്പിൽ ഇട്ടതാണ്. അത് 2024 ജൂൺ 21 വീണ്ടും ഫ്രീസ് ചെയ്തപ്പോൾ കലക്ടർ കമ്പനിയെ കക്ഷി ചേർക്കാൻ വിട്ടുപോയി. നമ്മൾ 2021 ജൂണിലല്ല ഫ്രീസ് ചെയ്തിരിക്കുന്നത്, 23 ഫ്രീസ് ചെയ്തിരിക്കുന്നത്. 2021 ജൂൺ 21 2024 ജൂൺ 21 കോമ്പിറ്റൻ്റ് അതോറിറ്റി, തിരുവനന്തപുരത്തുള്ള കോമ്പിറ്റൻ്റ് അതോറിറ്റിയാണ് നിങ്ങൾക്കെതിരെ വീണ്ടും ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് കലക്ടർ ഫ്രീസിംഗ് ഓർഡർ ഉണ്ടാക്കുകയും അത് കോടതിയിൽ നൽകുകയും ചെയ്തിരിക്കുന്നത്. 23 കമ്പനി കക്ഷി ചേർക്കാൻ വിട്ടുപോയി. നമ്മൾ അൺഫ്രീസ് ചെയ്യാൻ കൊടുത്ത അപ്പീലിൽ കമ്പനി 1, 2 പ്രതാപൻ, 3 ശ്രീന ആയിരുന്നു. അതെ, ശരിയാണ്, ഇവർ തന്നെയാണ്. നമ്മളാണ് ഇതിൻ്റെ തെറ്റുകാരെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നത്. കമ്പനിയെ 1ാമത്തെ കക്ഷിയായി ചേർത്തുകൊണ്ട് ഇവർ കേസ് കൊടുക്കുകയും ഈ ഒരു നടപടിക്കെതിരെ നോട്ടീസ് നൽകുകയും ചെയ്തത് കമ്പനിയാണ്. അതുകൊണ്ട് ഇവർക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല. ഇത് നമ്മളെ കക്ഷിയെ ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ യാതൊരുവിധ ന്യായവുമില്ല. ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഇവർക്കറിയാം ഏത് കമ്പനിയാണ്, ആരാണ് ശരിക്ക് പണം വാങ്ങിയത്, കമ്പനിയാണ് 1ാമത്തെ കക്ഷി എന്ന് ഇവർക്കറിയാം. അപ്പോൾ ഇവർ വക്കീൽ പറഞ്ഞു എന്ന് പറയുന്ന ഒരു തമാശയെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. അത് ക്ലർക്കിന് വന്ന മിസ്റ്റേക്ക് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്പനി കക്ഷി ചേർത്താലും ഇല്ലേലും നമുക്ക് ഗുണമാണ്. കമ്പനിയെ ചേർത്താലും ഗുണമാണ്, ചേർത്തില്ലെങ്കിലും ഗുണമാണ്. ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി അൺഫ്രീസ് അല്ല, കമ്പനിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ആയി കഴിഞ്ഞാൽ, ഇങ്ങനെ കക്ഷിയല്ലാത്ത ഒരാളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് നിയമവിരുദ്ധമായിട്ട് വരും. അത് സത്യമാണ്. നിയമവിരുദ്ധമായിട്ട് കമ്പനി കേസിൽ പെടാത്ത ഒരു കമ്പനിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തത് അത് നിയമവിരുദ്ധമാണ്. അത് സത്യമാണ്. അത് കക്ഷി ചേർന്നാൽ മാത്രമേ അല്ലെങ്കിൽ അവർക്ക് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കക്ഷിയല്ല, പക്ഷേ നമ്മുടെ അക്കൗണ്ടുകൾ കൂടി ഇതിൽ ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് വിടുതൽ വാങ്ങാനും, പിന്നെ ഹൈക്കോടതി പറയും ഇവർക്കെതിരെ നടപടി എടുത്തോളും, നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട്, ഇവരെയും കൂടി കക്ഷി ചേർത്തിട്ട് പുതിയ കേസ് കൊടുത്തോളൂ എന്ന് പറയും. അല്ലെങ്കിൽ ഇവനിപ്പോൾ കേസ് ജയിച്ചു കഴിഞ്ഞാൽ, 2ാമത്തെ കാര്യമാണ് പ്രധാനം, അഡ്വക്കേറ്റ് പറയുന്നത് കമ്പനിയെ കക്ഷി ചേർത്താൽ ഓർഡർ വരുമ്പോൾ കമ്പനി അക്കൗണ്ട് അടക്കമാണ് അൺഫ്രീസ് ആവുക എന്നാണ്. കമ്പനിയുടെ അക്കൗണ്ട് അൺഫ്രീസ് ആകുമ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള നടപടികളിലെ മന്ദബുദ്ധികൾ കാത്തിരിക്കുന്നത് പോലെ അൺഫ്രീസ് ആകുമ്പോൾ എല്ലാ അക്കൗണ്ടുകളും, ശ്രീനിയുടെ അക്കൗണ്ടുകൾ അൺഫ്രീസ് ആകും, പ്രതാപിൻ്റെ അക്കൗണ്ടുകൾ അൺഫ്രീസ് ആകും, കമ്പനിയുടെ അക്കൗണ്ടുകൾ അൺഫ്രീസ് ആകും. അപ്പോൾ പണം തുറുതുറാ വരും. നമുക്കൊക്കെ എടുത്തിട്ട് നമ്മളൊക്കെ ഇട്ട പൈസയുടെ 1 വർഷത്തെ പൂളിംഗവും എല്ലാം തന്നെ തരാൻ സാധിക്കുമെന്നാണ് മുന്നോട്ടുള്ള നടപടികളിലെ മന്ദബുദ്ധികൾ കാത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ കമ്പനിയുടെ അക്കൗണ്ടുകൾ അൺഫ്രീസ് ആകുന്ന സമയത്ത് ഇതും കൂടി അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുമല്ലോ എന്നാണ് പറയുന്നത്. എന്തായാലും ഈ മണ്ടന്മാരെ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ല എന്ന് മാത്രമേ നമ്മുടെ ശ്രീനാ പ്രതാപനോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവരെയോ നിങ്ങൾ അവരെ സാമ്പത്തികമായി പറ്റിക്കുന്നു, ബാക്കി എല്ലാ രീതിയിലും പറ്റിക്കുന്നു. പക്ഷെ ഇങ്ങനെയുള്ള
ഓരോ അവസാന കാലത്ത് അവരെ വളരെ ദുരിതത്തിലാണ്. അവരെ ഇങ്ങനെയുള്ള ഓരോ മെസ്സേജുകൾ അയച്ചുകൊണ്ട് അവരെ വീണ്ടും വീണ്ടും പറ്റിക്കരുത് എന്നാണ് പറയാനുള്ളത്. ബൈ.